നമസ്കാരം. വിദേശത്ത് പോകുന്ന എന്റെ കൂട്ടുകാരെ മിക്കപ്പോഴും ഞാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കേ, എടാ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്ക്, നമുക്ക് സേവിങ്സ് കാര്യങ്ങൾ. എന്നെ വിളിക്കുന്നവർക്ക് SIP തുടങ്ങാൻ, മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ വേണ്ടിയാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, എടാ ഈ ഒരു സമയമാണ്, ചെറിയ പ്രായമാണ്, കല്യാണം കഴിച്ച് വൈഫിനെല്ലാം കൂട്ടിയാണ് മിക്കവരും പോകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തിരക്കുള്ള ലൈഫ് കാര്യങ്ങളാണ്, ഇടയ്ക്ക് നാട്ടിലൊക്കെ വരണം. എന്നാൽ ഞാൻ പറയും, എടാ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്ക്. എന്തിനാടാ, അവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല, അവിടെ ഫുൾ ചികിത്സ ഫ്രീ അല്ലേ? ഞാൻ ചോദിച്ചു, ചികിത്സ ഫ്രീ ആണ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആക്സസ് കിട്ടത്തില്ലല്ലോ. അവിടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പൈസ ഇപ്പൊ നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് പൈസ അടച്ചിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഇൻഷുറൻസ് സെപ്പറേറ്റ് എടുക്കുന്ന പോലെ തന്നെ അവിടെ നമുക്ക് ഇൻഷുറൻസ് ഉള്ള പൈസ നമ്മൾ അടയ്ക്കണം, ഓരോ വർഷം നമ്മൾ അടയ്ക്കണം, എന്നാലേ നമുക്ക് അതിനത് കിട്ടുന്നുള്ളൂ. എന്നാലോ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ ഒരു ചികിത്സ തരാൻ അവർക്ക് സാധിക്കുന്നുമില്ല. അതിന് ആദ്യം അവിടെയുള്ള സൈഡിലുള്ള ഏതൊരു ക്ലിനിക്കിൽ പോകണം. ആ ക്ലിനിക്കിൽ നിന്ന് അവിടെയുള്ള ഏതെങ്കിലും നേഴ്സോ അല്ലെങ്കിൽ നേഴ്സിംഗ് സൂപ്രണ്ടോ അവരെ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാനൊക്കെ അവസരമുള്ളൂ. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ കേരളത്തിലുള്ളവർ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഒന്നുമില്ലെങ്കിലും ഇപ്പം പൈസ ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിനെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ പൈസ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രൈവറ്റ് ഫേമിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഇല്ല. പിന്നെ ഇവർ പറയുന്ന പല എക്സ്ക്യൂസുകളാണ്, നമ്മളിനി ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ, എന്താ ചെയ്യുക, നമുക്ക് പിന്നെ ആവശ്യം എന്നാ ഉള്ളേ. അപ്പൊ പലരും ഇതിനിടയിൽ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ജർമ്മനിയിലായിരുന്നു. അപ്പൊ അവൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ല. അപ്പൊ എടുക്കാതെ അവൻ പോയി പറഞ്ഞ പോലെ ഡയലോഗ് എല്ലാം അടിച്ച് പോയതാണ്. അവിടെ ചെന്ന് 2 വർഷം അവന്റെ ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര നടുവേദനയായി. അപ്പോൾ ആ നടുവേദനയ്ക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിടുമെന്നല്ലാതെ കാര്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല. ഈ ജർമ്മനിയിലാന്ന് ഓർക്കണം. അതിന് സമയമെടുക്കും, അവർ അത്ര ക്രിട്ടിക്കലായിട്ട് തോന്നില്ല, അങ്ങനത്തെ കാര്യമൊന്നും നടക്കുന്നില്ല. അവൻ എന്ത് ചെയ്തു, ആ സമയത്ത് ഇതിന് വീട്ടിൽ വന്ന സമയത്ത് നടുവേദനയ്ക്ക് ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിലൊക്കെ ചെന്ന് ആ വന്ന വരവിന് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് നടുവിന്റെ സ്കാനിങ്ങും MRI ഒക്കെ എടുത്ത്. അപ്പോഴാണ് അവന്റെ ഡിസ്ക് ബൾജിങ്ങോ എന്തോ സംഭവം അങ്ങനത്തൊക്കെ വന്നിട്ട് ഫുൾ പ്രശ്നങ്ങൾ. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പൊ അവൻ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയെ ട്രീറ്റ്മെന്റ് കഴിയുക. കാരണം ആരോഗ്യം ഉണ്ടല്ലേ തിരിച്ചു പോയിട്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇരുന്നോട്ട് ആണെങ്കിലും നിന്നിട്ടാണെങ്കിലും പണി എടുക്കാനുള്ള ഒരു ഇത് വേണമല്ലോ, അതില്ല. അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളും വന്നു. ഞാൻ ആദ്യം ചോദിച്ചത്, നിനക്ക് അന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാൻ. ഈ 25-30 വയസ്സിന് പ്രായമുള്ളവർക്ക് ഒരു വർഷത്തേക്ക് ആകപ്പാടെ ചെലവാകുന്ന തുക എന്ന് പറയുന്നത് എത്രയാ? 25,000-25,000 രൂപയ്ക്ക് വരുന്നുള്ളൂ ഒരു 10 ലക്ഷം രൂപയുടെ കവറേജിന്. അതിനകത്ത് എല്ലാം വരും. ഈവൻ അവർക്കൊരു മെറ്റേണിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അവന്റെ ഒരു കുട്ടികൾ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇനി ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് വന്നില്ലെങ്കിൽ, അതായത് കുട്ടികളാകുന്നില്ലെങ്കിൽ IVF-ന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങൾ അടക്കം എല്ലാത്തിനും, ഈവൻ മെറ്റേണിറ്റി കവറേജ് അടക്കം കിട്ടുന്ന പ്ലാനുകളുണ്ട്. ഇപ്പം നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നിവ മൊബൈലൊക്കെ. അപ്പൊ എന്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് ഇങ്ങനെ എടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവരോട് പറയുന്നത്. പക്ഷെ ഇത് ആർക്കും മനസ്സിലാകുന്നില്ല. അന്നേരം നീ അന്ന് പറഞ്ഞപ്പോ ചെയ്താൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഒരു പ്രശ്നം വന്നതിന് ശേഷം എടുക്കാൻ നോക്കുമ്പോഴോ ഈ കേസുകളെല്ലാം കാണിക്കണം. അപ്പൊ അവനെ സംബന്ധിച്ചോളം അവന് നടുവിന് ബൾജിങ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു കേസ് പറഞ്ഞ് അവൻ ഇൻഷുറൻസ് അപ്ലൈ ചെയ്തു. പക്ഷെ അവന് വന്ന പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിയോളമായി. പ്രീമിയവും കൂടി അവന്റെ എന്നാ പറയാ, അവന്റെ ടോട്ടൽ നടുവിന്റെ പ്രശ്നത്തിന് അടുത്ത 2 വർഷത്തേക്ക് വെയിറ്റിംഗ് പീരീഡ് വെച്ചു. അത്ര സീരിയസ് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ചില കേസുകൾ എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ നടുവ് സംബന്ധമായിട്ടുള്ള ഇനി എന്ത് വന്നാലും അതിന് ഒരു രീതിയിലും കവർ ആകുന്നില്ല, കംപ്ലീറ്റ് എക്സ്ക്ലൂഷൻ വരും. അതിനെ ആ നടുവേദന എന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ സംബന്ധിച്ചുള്ള ഫുൾ എല്ലാ അസുഖങ്ങൾക്കും ഫുള്ളായിട്ട് ഒഴിവാക്കും. അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല, ബാക്കിയുള്ളതിന് കിട്ടുന്ന രീതിയിലൊക്കെ ആവും. അപ്പൊ അതൊക്കെ ഈ ഇൻഷുറൻസ് കമ്പനികളുടെ കയ്യിലാണ്. നമുക്ക് ആരോഗ്യമുള്ളപ്പം ഒരസുഖം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലതൊരു ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ ചെറിയ പ്രീമിയം ആവുള്ളൂ. എല്ലാ വർഷവും ഇപ്പൊ 10 ലക്ഷം ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത വർഷം 20 ലക്ഷം ആകും. നമ്മളൊരു ക്ലെയിം എടുക്കുന്നില്ല, ആ ക്ലെയിം എടുക്കുന്ന വർഷം അത്രയും എന്ത് ചെയ്യാ, നമുക്ക് പ്രത്യേകിച്ച് പ്രീമിയം കാര്യങ്ങളൊന്നും കൂടുകയില്ല, സെയിം പ്രീമിയത്തിൽ തന്നെ പോവുകയും ചെയ്യാം. അപ്പൊ ഒരു വിദേശത്തൊക്കെ പോകുന്നതിന് നിർബന്ധമായിട്ട് എടുത്തു വെക്കുക. കാരണം എന്നും അവിടുത്തെ ചികിത്സയും കാര്യങ്ങളൊന്നും ഒരിക്കലും എന്താ പറയാ നല്ലതായിരിക്കില്ല. ഇൻ കേസ് ഇതേപോലെ നാട്ടിൽ വന്ന് കുറച്ച് 2 മാസം നിന്നിട്ട് ചികിത്സിച്ചിട്ട് പോകണം തോന്നിയാല് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ അത്രമാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എടുക്കണ്ട. പക്ഷെ ഒരു എമർജൻസി വന്ന് നിങ്ങളുടെ കയ്യിലൊരു ട്രീറ്റ്മെന്റോ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട വന്നാൽ 2-3 ലക്ഷം ആണെങ്കിൽ കയ്യിൽ നിന്ന് പോയില്ലേ. അതിനേക്കാളും എത്രയോ പേരോ ഒരു 20,000 രൂപ മുടക്കി ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത്. നല്ല രീതിയിൽ എനിക്ക് ഞാൻ പറയുന്നു, വിദേശത്തുള്ള എന്റെ കൂട്ടുകാരെല്ലാവരും ഞാൻ പറയുകയാണ്, നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണം. അതിനകത്ത് ഒരു കോംപ്രമൈസും വിചാരിക്കരുത്. ഓക്കെ, താങ്ക് യു.